ഇതിൻ്റെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അല്ലെങ്കിൽ തമ്പ്. ഡോളർ തകർന്നു, ഇന്ത്യൻ കറൻസി കുതിച്ചു കയറി. പക്ഷെ എന്താ, ഇതൊക്കെയാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ മീഡിയയിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം. യാഥാർത്ഥ്യം എന്താ സംഭവിച്ചത്? അപ്പം ഞാൻ ഇതൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു. വീഡിയോകളിൽ നിങ്ങൾക്ക് പഴയ വീഡിയോ നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ ടാരിഫുമായി ബന്ധപ്പെട്ട്, അതായത് പുണിറ്റീവ് ടാരിഫ് വരുന്നതിന് മുമ്പ് 25% റെസിപ്രോക്കൽ ടാരിഫ് അമേരിക്ക പ്രഖ്യാപിച്ച സമയത്ത് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന മണിയുടെ ഡിവാല്യുവേഷൻ, അതായത് ഇന്ത്യൻ കറൻസി അതിൻ്റെ വാല്യുവേഷൻ കുറയും, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ചെറിയ രീതിയിൽ പറഞ്ഞിരുന്നു. ഈ പ്യുണിറ്റീവ് ടാരിഫ്, പണിഷബിൾ ടാരിഫ്, റഷ്യൻ ക്രൂഡുമായി ബന്ധപ്പെട്ട് അന്നും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യൻ കറൻസിയുടെ വില പോകും, അതിൻ്റെ വാല്യുവേഷൻ പോകും. 2-3 മാസം കഴിയുമ്പോൾ അത് $1 100 മാറും. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകും, ഇന്ത്യയിൽ സാധനങ്ങൾക്ക് വില കൂടും, ഇന്ത്യൻ എക്കോണമിയുടെ ഷേപ്പ് മാറും, അത് താപ്പോട്ട് പോകും, ഡിക്ലൈൻ ചെയ്യും. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? അതായത് വെള്ളിയാഴ്ചയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇത് കഴിഞ്ഞു. അതായത് വീണ്ടും പുറകിലൂടെ റാലിയായിട്ട് ഇങ്ങനെ പുറകോട്ട് പോവുകയാണ്. അതായത് കോടികൾ അങ്ങ് നഷ്ടപ്പെടും. അതേപോലെ തന്നെ മനസ്സിലാക്കുക, കഴിഞ്ഞ 4-5 ദിവസം കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് വിഡ്രോ ചെയ്തത് $9 ബില്യൺ. $9 ബില്യൺ. ഹ്യൂജാണ് സംഭവം. അമേരിക്കൻ ടാരിഫിൻ്റെ എഫക്റ്റാണ് ഈ സംഭവം. അതുമായി ബന്ധപ്പെട്ട്, അതായത് നേരത്തെ റിസർവ് ബാങ്കിന് അറിയാം ഇതിങ്ങനെ നടക്കും. ഈ 50% ടാരിഫ് എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല, ഇന്ത്യൻ കറൻസിയെ ബാധിക്കും, ഈ ഇട്ടിരിക്കുന്ന വിദേശ നിക്ഷേപം പിൻവലിക്കും. അതിൻ്റെ പേരിൽ ഇന്ത്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏകദേശം 2 ദിവസം കൊണ്ട് $5 ബില്യൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കിയിട്ട് ഇന്ത്യൻ കറൻസി വാങ്ങിയത്. അതായത് ഫോറിൻ എക്സ്ചേഞ്ചിൽ കൂടെ, നാഷണലൈസ്ഡ് മറ്റുള്ള ബാങ്കുകളിൽ കൂടെ വാങ്ങിയത്. കാരണം ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ പോകാതിരിക്കാൻ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് സെന്റിമെന്റ്സ് ആൻഡ് മാർക്കറ്റ് എഫക്റ്റ് ഗ്ലോബലായിട്ടുള്ള ഇഷ്യൂ ആണ്. ഇന്ത്യക്കെതിരെ അമേരിക്ക തിരിഞ്ഞു എന്നുള്ളതും, ഇൻവെസ്റ്റേഴ്സിന് വന്നിരിക്കുന്ന പാനിക്കും, ബിസിനസ്സിന് വന്നിരിക്കുന്ന പാനിക്കും, അതായത് റെക്കോർഡ് ലോ, ഒരു ദിവസത്തെ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ റെക്കോർഡ് ലോയിലോട്ട് പോയി. ഏകദേശം 88-89 രൂപയിലോട്ട് ടച്ച് ചെയ്തു. നോക്കുവാണെങ്കിൽ, നമ്മൾ പഴയ ചരിത്രം നോക്കുവാണെങ്കിൽ, റെക്കോർഡ് ലോ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഇത്രയും പോകുന്ന വളരെ ഒരു 7-8 പ്രാവശ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് പ്രാവശ്യം അതേ സംഭവമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അൺഇമാജിനബിൾ. ഇന്ന് ആരും പറയേണ്ട, ഇതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഉണ്ടാകാൻ പോവുകയാണ്, ഇതൊക്കെ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തു, ഇതാണ് ഉണ്ടാകുന്നത്. ഇവിടെ എന്തൊക്കെ നിങ്ങൾ കേട്ടത്? ഇപ്പോൾ ഇന്ത്യൻ കറൻസി ഡോളറിനെ വിട്ടു. അമേരിക്കൻ TV ചാനൽ ഫോക്സിനകത്ത്, ഞാനത് കാണാറുള്ള ഒരാൾ, അതിനകത്ത് ഇങ്ങനെ ഡിസ്കഷൻ്റെ അകത്ത് ഇന്ത്യൻ കറൻസി ആയിരിക്കും ഇനി ട്രേഡ് നടത്തുന്നത്. അവരിങ്ങനെ ഡിസ്കഷൻ്റെ അകത്ത് ഈ 2 ആങ്കറും ആ ഡിബേറ്റ് ചോദിച്ചവരൊക്കെ ചിരിച്ചു പോയി. കാരണം മണ്ടത്തരമായി പറയുന്നത്, മണ്ടത്തരവും മടയത്തരവും. ഒരു ചെറിയ കാര്യം പറഞ്ഞായിരുന്നു, നിങ്ങൾക്കപ്പം മനസ്സിലാകും. ഇതൊക്കെ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഇതിലൊക്കെ വാർത്താ ലിങ്കുകൾ ഇൻ്റർനാഷണൽ മീഡിയയും ഇന്ത്യൻ മീഡിയയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ റഷ്യയുമായിട്ടുള്ള ഡീലിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ കറൻസി പകുതി ബൈ ചെയ്യാമെന്ന് പറഞ്ഞു റഷ്യ പറഞ്ഞു. അവർ ഇന്ത്യൻ കറൻസിയിൽ ട്രാൻസാക്ഷൻ നടക്കട്ടെന്ന് പറഞ്ഞു. കാരണം അവർക്ക് ആ സമയത്ത് ആർക്കെങ്കിലും കൊടുക്കണോ ആ സാധനം. ഇപ്പം ഇന്ത്യക്ക് സന്തോഷമായി, കാരണം ഇന്ത്യൻ കറൻസിയാണ് വാങ്ങുന്നത്. അവർ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്തു, ഫോഴ്സ് ചെയ്തു റൂബിളിൽ നടത്തണം. ഇന്ത്യ പറഞ്ഞു പറ്റില്ല, ഇന്ത്യൻ കറൻസി, അല്ലെങ്കിൽ ഇന്ത്യ പറഞ്ഞു ആദ്യം ഡോളറിൽ എന്ന് പറഞ്ഞപ്പോൾ ഡോളർ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ കറൻസിയിലാകട്ടെ എന്ന് പറഞ്ഞു. ഇന്ത്യൻ കറൻസി റഷ്യക്ക് ഇത് പോയി, അവിടെ അങ്ങ് സ്റ്റോക്കായി ഈ സാധനം.
സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്ത സാധനമായി മാറി. എന്നിട്ട് ഇപ്പോൾ നടക്കുന്ന UAE ദിറംസിലാണ്. കാരണം റഷ്യക്ക് ഇത് മാറാൻ പറ്റുന്നില്ല, UAEക്ക് ഇത് മാറാം. എന്നിട്ട് UAEയുമായിട്ട് റഷ്യ അഡ്ജസ്റ്റ് ചെയ്തു. അവർ ദിറംസും റൂബിളുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അത് ശരിയാക്കിയത്. മനസ്സിലാക്കും, നമ്മുടെ കറൻസിക്ക് ഈ പറയുന്ന വാല്യൂ ഒന്നുമില്ല, വാല്യൂ ഇല്ല. ഞാൻ ഇൻ്റർനാഷണലി യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇന്ത്യയുടെ എയർലൈൻസായി ഇൻഡിഗോ പോലും ഇൻ്റർനാഷണൽ എയർലൈൻസ് യാത്ര എന്നൊക്കറിയാതെ ലോ ബജറ്റ് എയർലൈൻസ് ആണ്. അവർ പോലും ഇന്ത്യൻ കറൻസി വാങ്ങുന്നില്ല. അവർ പോലും ഡോളറോ സിംഗപ്പൂർ ഡോളറോ അല്ലെങ്കിൽ UAE ദിറംസോ ഒക്കെ അല്ലെങ്കിൽ യൂറോ അതേ അവർ വാങ്ങത്തുള്ളൂ. ഇന്ത്യൻ എയർലൈൻസ് പോലും ഈ ഇന്ത്യൻ കറൻസി വാങ്ങുന്നില്ല. ഇതാണ് സ്ഥിതി. അതിനിടയ്ക്ക് ഇവിടെ അടിച്ചുവിട്ട സംഭവം എന്തുവാ? ഇന്ത്യൻ കറൻസി ഇപ്പോൾ ഡോളറിനെ വിട്ടു. ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന ഡോളറാണ് ട്രേഡിന് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്നത്, ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ഡോളർ തകർന്നു ഇന്ത്യ എഫക്റ്റ് ചെയ്യും, ശരിക്കും ഡീപ്പായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ എന്തോ ചക്കച്ചുള വെച്ചിട്ടാ പുറത്ത് സാധനം ഇന്ത്യൻ കറൻസി വാങ്ങുമാരെങ്കിലും. ഇതുപോലെ നോൺസെൻസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും ഇത് ആൾക്കാരെ ഇങ്ങനെ പിടിച്ചിരുത്താൻ വേണ്ടി പൊട്ടന്മാരാക്കുകയാണ്. യാഥാർത്ഥ്യം എന്തെന്നുണ്ടായത്, $5 ബില്യൺ RBI മാർക്കറ്റിൽ ഇറക്കിയിട്ട് പോലും ഇന്ത്യൻ കറൻസിയുടെ ഏറ്റവും മോശമായ ദിവസമായി ഇന്ന് മാറി. റെക്കോർഡ് ഫോൾ ആയിരുന്നു. എന്താ അങ്ങനെ ഉണ്ടായത്? ടാരിഫ് എഫക്റ്റാണ് ഈ സംഭവം. ഇത് ഫർദറായിട്ട് ഞാൻ കാര്യം പറയാം. ഒരു 2 മാസം കഴിയുമ്പോൾ 100ന്റെ മേളിൽ കയറും. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഹൈ ആകും, ഇന്ത്യയിൽ സാധനങ്ങൾക്ക് വില കൂടും, സാധാരണക്കാരൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ പാടാകും, കറൻസി വീണ്ടും താപ്പോട്ട് പോകും. 3-4 മാസം കഴിയുമ്പോൾ നമുക്കൊരു സിംറ്റംസ് കിട്ടും, റിസഷൻ. ഇത് തമാശയല്ല, ഇത് പൊട്ടത്തരം പറഞ്ഞ് നിങ്ങളിത് ഈ പറയുന്ന ഗോതി മീഡിയൻ ഈ പറയുന്ന വിടുവാത്തരം കേട്ട് വിശ്വസിക്കരുത്. യാഥാർത്ഥ്യം മുമ്പിലുണ്ട്. എന്താ സംഭവിക്കുന്നത്? ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു ഇഷ്യൂ അല്ല. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ വൈബ്രന്റ് എക്കോണമി താപ്പോട്ട് പോവുകയാണ്. അതിൻ്റെയാണ് ഈ സിംറ്റംസും ഒക്കെ തരുന്നത്. കാരണം നമുക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതതിൻ്റെ കാരണം. ആരാണ് ഇന്ത്യൻ കറൻസി വാങ്ങുന്നത്? ഈ UP ഒക്കെ നടത്തിയ പല രാജ്യങ്ങളുണ്ട്, അവർ പോലും വിഡ്രോ ചെയ്യും. കാരണം ഈ ഇന്ത്യൻ കറൻസിയുമായിട്ട്. അതേപോലെ ഒരു യൂട്യൂബർ പറയുന്നത് കേട്ട്, ഇന്ത്യയുടെ റുപ്പിയ കാർഡ്, ഞാൻ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന ഈ റുപ്പിയ കാർഡുമായിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത്, എനിക്കത് ഞാൻ മിഡിൽ ഈസ്റ്റിൽ അതുകൊണ്ട് പോയിട്ടില്ല ഞാൻ, പക്ഷെ മറ്റു പല രാജ്യങ്ങളും ടെസ്റ്റ്, ഒരൊറ്റ രാജ്യത്ത് ഈ സാധനം എടുക്കുന്നില്ല. അവർക്ക് വിസ അല്ലെ മാസ്റ്റർ കാർഡ്, അല്ലാതെ ഈ സംഭവമൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാ അത് അടിച്ചുവിടാം. ഇത് ഞാൻ പറയും, ഒരു ദിവസം കൊണ്ട് ഇതൊരു എക്കോണമി സ്ട്രെങ്തൻ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് സ്റ്റഡി ആയിരിക്കണം. അതിങ്ങനെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം, പുറകോട്ട് വലിയരുത്. ചെറിയ രീതിയിലുള്ള വോളറ്റൈൽ സിറ്റുവേഷനൊക്കെ ഉണ്ടാകാം, ഗ്ലോബൽ ട്രേഡും ഇൻ്റർനാഷണൽ ടെൻഷനും ഒക്കെ. അല്ലാതെ ഇതേപോലെയുള്ള ടാരിഫ് 50% തന്നു കഴിഞ്ഞിട്ട് ഇത് സീരിയസ്, വളരെ വളരെ ഡീപ്പാണ് ഈ സംഭവം. അതുകൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് കറൻസിയുടെ ഫോൾ എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല ഇത്. ഇനി വരാനുള്ള ദിവസം RBI ഇപ്പം 5 ബില്യൺ ഇറക്കിയത്, എന്നിട്ട് അവർ 9 ബില്യനാണ് വിഡ്രോ ചെയ്തുകൊണ്ട് പോയെന്ന് പറയുന്നു. അതായത് മാർക്കറ്റ് മുഴുവൻ അത് വിറ്റ് തുലയ്ക്കുന്ന രീതിയിലായി. അതായത് മാർക്കറ്റൊക്കെ താപ്പോട്ട് പോവുക, ആൾക്കാർക്ക് പേടിയായി, എന്ത് ചെയ്യും എന്നുള്ളതായി. ഇതാണ് സിറ്റുവേഷൻ. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നലെയാണ് ഈ സംഭവം ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നത് ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി വരാനുള്ള ദിവസം എങ്ങനെ പോകും? എങ്ങനെയാണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്? ഇന്ത്യൻ എക്കോണമിയുടെ ഫ്യൂച്ചർ എങ്ങനെയാണ്? ആരാണ് ഈ സമയത്ത് സഹായിക്കുന്നത്? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെയാണ് ഉത്തരം കൊടുക്കേണ്ടത്. അതായത് ഈ മുമ്പോട്ടുള്ള പോക്ക് അത്ര സുഖമല്ല, ഒന്നാമത് മനസ്സിലായിക്കും. അപ്പം ചില ആൾക്കാരൊക്കെ പറയുന്നു, അമേരിക്കൻ ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത് ഇന്ത്യ ഭയങ്കര സംഭവമാണ്, വാടയാണ് കോടയാണ്. അവിടുത്തെ ഇന്ത്യൻ ചാനലിൽ അമേരിക്കൻ ജേർണലിസ്റ്റുകൾ, അതേപോലെ അമേരിക്കൻ എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത്
എൻ്റെ സുഹൃത്തെ, ഞാൻ ഈ പ്രൊഫഷനിലുള്ളയാളെ 10-30 വർഷം ഞാൻ ഗ്ലോബലായിട്ട് നാഷണലായിട്ടൊക്കെ സഞ്ചരിച്ച് എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനകത്ത്. എന്തിനാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോബിയിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു ഗ്രൂപ്പിനെ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് കൊടുത്തിരുത്തിയിരിക്കുന്നത്? ഇതേപോലെ ഒത്തിരി കുരകന്മാരെ കിട്ടും, വെളുത്ത സായിപ്പിനെ. അവൻ എക്കണോമിസ്റ്റാണൊക്കെ നമ്മളുണ്ടാക്കിയെടുക്കും, ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് അവർ പല ചാനലിലും വിട്ട് ഇന്ത്യയെക്കുറിച്ച് മോദിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഉണ്ടാവുന്നതാണ്. പല ഏജൻസികളെ വെച്ചിട്ട് പറയും ഇന്ത്യയുടെ എക്കോണമി കുതിക്കുന്നു, 2038 ഇന്ത്യ എല്ലാവരെയും വെട്ടി മുന്നേറും. GDP എന്താ, പർച്ചേസിങ് പവർ പാരിറ്റി എന്താണെന്നറിയാത്ത കിഴങ്ങന്മാർ വരെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവർ വെച്ചടിക്കും ഇന്ത്യ ഇപ്പോൾ അതാ കുതിക്കുന്നു. എന്തുവാ GDP, എന്തോ പർച്ചേസിങ് പാരിറ്റി പവർ എന്ന് പറയുന്നത്? അതുപോലും ബേസിക് കാര്യം അതുപോലും അറിയത്തില്ല. അവരാണ് അടിച്ചുവിടുന്നത്. 2038 ഇന്ത്യ അമേരിക്കയുടെ മുമ്പിലാണ്. ഇന്ത്യ ചൈനയെ ഓവർടേക്ക് ചെയ്യും. ചൈനയായിരിക്കും തൊട്ട് മുമ്പ്. എന്തു കുന്തവാ മുമ്പില്? ഈ എക്കോണമി അങ്ങനല്ല മൂവ് ചെയ്യുന്നത്. എക്കോണമിക്ക് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പല രീതിയിൽ പണം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് രീതിയിലാക്കി തരുന്ന ഏജൻസികളുണ്ട്. അതിനുവേണ്ടിയാണ് ലോബിയിസ്റ്റ് ഗ്രൂപ്പിനെ ഇന്ത്യ അമേരിക്കയിൽ വെച്ചിരിക്കുന്നത്. വലിയൊരു ഗ്രൂപ്പ്. അത് പൊളിറ്റിക്കൽ ലോബിയിസ്റ്റ് അല്ല, മീഡിയ, PR, ചള്ള് ചവർ എല്ലാവരും ചെയ്യും. ഹ്യൂജ് മണിയാണ് കൊടുക്കേണ്ടത്. വാഷിങ്ടൺ DC അതിൻ്റെ ഒരു കേന്ദ്രമാണ്. പല രാജ്യങ്ങളും പല കോർപ്പറേറ്റ് ഹൗസുകൾ, റിലയൻസിന്, അഡാനിക്കൊക്കെ വലിയ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഈ റിലയൻസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഈ ORF, ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ. അങ്ങനെ പല ആൾക്കാർക്കും ഉണ്ട്. ഇത് നോർമൽ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിനകത്ത് കോട്ടും സൂട്ടും ഇട്ട് സായിപ്പ് വന്നിട്ട് അവൻ ഇന്ത്യക്ക് അനുകൂലമായിട്ട് കള്ളത്തരങ്ങളൊക്കെ വിളിച്ചു പറയും. ഇത് നോർമൽ കേസ്. വാർ വന്നാലും കോൺഫ്ലിക്റ്റ് വന്നാലും ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വെച്ച് ഇരുത്തിയേക്കും. ഇവരേതെങ്കിലും ഇൻ്റർനാഷണൽ മീഡിയയിലെ കോളമിസ്റ്റ് ആണോ? അല്ല. ഏതെങ്കിലും നോൺ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അതിനകത്ത് ഇവർ എഴുതാറുണ്ടോ? ഇല്ല. എങ്ങനെ പിന്നെ എക്കണോമിസ്റ്റ് ആകുന്നത്? ഇവരെവിടെയെങ്കിലും റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി, അമേരിക്ക ഇതുപോലെ ചള്ളി ചവർ ഇഷ്ടം പോലെ യൂണിവേഴ്സിറ്റി ഉണ്ട്. പണം കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടറേറ്റ് കൊടുത്തു. ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. ഞാനും വേണമെങ്കിൽ ഒരു 1000-1500 ഡോളർ പിടിക്കാൻ ഡോക്ടർ മാത്യു സാമുവലാവും. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ ലോകത്ത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. അവർ വന്ന് പറയും അതുപോലല്ല നമ്മുടെ രാജ്യം. അവർ പറയുമ്പോൾ അത് വിശ്വസിച്ച് ഇന്ത്യ കുതിച്ചു കയറുന്നു. ട്രംപിനെ മലർത്തി അടിച്ചു. അമേരിക്ക തകർന്നു പോയി. ഇന്ത്യ അതാ കിടക്കുന്നു. ലോകം ഞെട്ടി. എന്ത് കണ്ടിട്ട് ഈ ലോകം ഞെട്ടുന്നേ? ഇന്ന് റെയിൽവേ ലൈനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രാഥമിക ആവശ്യത്തിന് കക്കൂസി പോകുന്ന സംഭവം. ഇന്നും അത് കണ്ടിട്ട് ലോകം ഞെട്ടാല് നമ്മൾ മാറും, സമയമെടുക്കും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ സമയമെടുക്കാൻ ചാപിള്ളയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റും ബിസിനസ്സും എല്ലാം ഇങ്ങനെ താപ്പോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു മുൻ സൂചനയാണ് ഓരോന്നും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 4-5 മാസം കഴിയുമ്പോൾ റിസഷൻ അതിൻ്റെ സിംറ്റംസ് വരാൻ പോവുകയാണ്. അതിൻ്റെ സൂചനയാണ് ഇതൊക്കെ പെട്ടെന്ന് പോകുന്നത്. ഇന്നത് എങ്ങോട്ട് പോയി നിൽക്കും? അതിനൊന്നും ഉത്തരവ് ആരും കൊടുക്കുന്നില്ല. ഇതെന്താ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ്? എന്താണൊരു വഴി? അതിനെപ്പറ്റിയും പറയുന്നില്ല. അപ്പോൾ ഞാനും നിങ്ങളും എന്നെ കേൾക്കുന്ന എല്ലാവരും ജീവിക്കുന്നൊരു ഹോപ്പുണ്ട്, ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കള്ളത്തരങ്ങളിൽ പ്രതീക്ഷ കിട്ടത്തില്ല. അതിനകത്ത് വാലിഡേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ. അങ്ങനെയാണ് ബിസിനസ് ആണെങ്കിലും പല കാര്യങ്ങളും മുന്നോട്ടത് ഹോപ്പ് ഗിവേഴ്സ് എന്ന് പറയത്തില്ല, ഹോപ്പ് നമുക്ക് തരുന്നവർ. അതാണ് ഗവൺമെൻറ് എപ്പോഴും ഹോപ്പ് ഗിവറാണ്, അതായത് ഹോപ്പ് തരുന്നവരാണ്. ഇവിടെ ഗവൺമെൻറ് ബ്ലണ്ടർ കാണിച്ചു, എന്നിട്ട് അത് ഇന്ത്യൻ മാർക്കറ്റിലും എല്ലാം കേട് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. അത് കണ്ടിട്ട് ഡോളർ തകർന്നു, ഇന്ത്യൻ കറൻസി അടിച്ചു കയറുന്നു. എവിടെ കയറി? എന്ത് കയറി? ഒരു ദിവസം കൊണ്ട് ഇത്രയും താഴെ പോയൊരു ചരിത്രം പറ. ആ രീതിയിലാക്കി മാറ്റി. അതായത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഞാൻ ആരെയും മോശമായിട്ടും ഒന്നും പറയൊന്നുമല്ല, ഇതിനകത്ത് ആരെയും ഞാൻ കുറ്റപ്പെടുത്തുമൊന്നുമല്ല.
ബ്ലണ്ടർ മിസ്റ്റേക്ക് കാണിക്കുമ്പോൾ മനസ്സിലാകണമായിരുന്നു. കാരണം നമുക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഒരു വളർന്നു വരുന്ന ഒരു എക്കോണമിയാണ്. അതിനെ അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടിച്ചങ്ങ് താഴെ പോകും. ഈ പറയുന്നതൊക്കെ ഒരു പാനഫെർലേനിയ മാത്രം, ഒരു കോസ്മെറ്റിക്സ് ആണ് ഈ പറയുന്ന ബാക്കിയൊക്കെ. ഈ കോസ്മെറ്റിക്സ് വെച്ച് എത്ര നാൾ മുന്നോട്ട് പോകാൻ സാധിക്കും? അതായത് ഒരു പോളിഷ് ചെയ്ത് കോസ്മെറ്റിക്സ് ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകുകയാണെങ്കിൽ ഇതെല്ലാം കുരിച്ചങ്ങ് പോകും. അത്രേ ഉള്ളൂ. ആ കോസ്മെറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന PR ആക്ടിവിറ്റീസാണ് ഞാൻ ഈ പറഞ്ഞ ഈ മീഡിയയും യൂട്യൂബേഴ്സും ഒക്കെ പറയുന്നത്. യാഥാർത്ഥ്യം എന്ന് പറയുന്ന വലിയ സത്യമാണ്. ഇന്ത്യ ഈസ് ഓൺ ബ്രിങ്ക്, എക്കണോമിക് ബ്രിങ്കിലാണ്, ക്രൈസസിലാണ് ശരിക്കും. കാരണം ബിസിനസ് നടത്തുന്ന പല ആൾക്കാരോടും ചോദിച്ചപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലായത്. അൾട്ടിമേറ്റായിട്ട് ഇന്ത്യൻ എക്കോണമി കുറച്ച് നാൾ കൊണ്ട് സ്ലോ ആണ്, വീണ്ടും സ്ലോ ആയി. അതിനിടയ്ക്കാണ് 50% പ്രൊണറ്റീവ് ഈ സംഭവം കയറി വരുന്നത്. അതായത് പണിഷബിൾ ടാരിഫ്. ഇതിന് നമ്മൾ ഓവർകം ചെയ്യാൻ പാടാണ്, ശരിക്കും പാടാണ്. ഓവർകം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ റഷ്യയുടെ ക്രൂഡ് നിർത്തിയേ മതിയാവത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമേരിക്കയുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അമേരിക്കയിൽ നമ്മളെ പിടിച്ച് ഞെരുക്കി കളയും. അതിനിടയ്ക്ക് ചൈനയെ കാണാൻ പോകുന്നു, റഷ്യയെ ഇതൊക്കെ നോൺസെൻസാണ്. ഇതൊന്നും ഒരിക്കലും പാടില്ല. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അമേരിക്കയെ പ്രൊവോക്ക് ചെയ്യാനും നാറ്റോ യൂറോപ്യൻ രാജ്യങ്ങളെ പ്രൊവോക്ക് ചെയ്യാനും റഷ്യ ഉക്രൈൻ വാറിൽ ഉക്രൈൻ്റെ ആൾക്കാരും ഇത്രയും പേര് കൊല്ലപ്പെടുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്തു. കാരണം ഞാൻ ഏറ്റവും ഇൻ്റർനാഷണൽ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം ഇന്ത്യയിൽ ഇത്രയും വലിയ ക്രൈസിസ് കിടക്കുക. അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ രാജ്യത്ത് ഇത്രയും ക്രൈസിസ് കിടക്കുമ്പം എന്തോന്നാണ് ഞാൻ ഈ ഫോറിൻ രാജ്യത്തെ പറ്റി പറയേണ്ടത്? നോർമൽ ക്വസ്റ്റ്യനാണ്. ഞാനെന്തോ ഇനി ഇറാൻ്റെയും ഇസ്രായേലിൻ്റെ കാര്യം പറയാം. എൻ്റെ രാജ്യത്ത് അതിനേക്കാളും വലിയ പ്രശ്നമാണ് കിടക്കുന്നത്. അതിനൊരു പരിഹാരം കാണാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ഇത് ഉറപ്പായിട്ട് ഞാൻ മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ള ടോപ്പിക്കിലോട്ട് പോകാൻ പോവുക അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയും. ഇവിടെ പറയാൻ പോകുന്ന ഈ വീഡിയോയുടെ കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത്, ഇതങ്ങനൊന്നും ഈ പറയുന്ന വാചകമടിയിലൊന്നും ഈ തള്ളിലൊന്നും ഇതിനൊരു സൊല്യൂഷൻ വരത്തില്ല. ഇത് സെറ്റിൽ ചെയ്തേ മതിയാകത്തുള്ളൂ. സെറ്റിൽ ചെയ്തേ മതിയാവത്തുള്ളൂ. പാനിക് സിറ്റുവേഷനാണ് ഇന്ത്യയിൽ. ഞാൻ ഡൽഹി നാഷണൽ ക്യാപിറ്റലിൽ ഇരുന്ന്, സിറ്റിയിലിരുന്നുകൊണ്ട് പലരോടും ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് വായനയോടുകൂടി തയ്യാറാക്കുന്നതാണ് ഓരോ വീഡിയോയും. ഇന്നൊന്ന് പറയുക, അത് നാളെ മാറ്റി പറയുക, വീണ്ടും കള്ളം പറയുക, വീണ്ടും കള്ളം പറയുക, 4 വീഡിയോ ഉണ്ടാക്കുക. എനിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ഞാൻ ഒറ്റ നിലപാട് സ്റ്റഡി ചെയ്തിട്ടേ പറയത്തുള്ളൂ. എൻ്റെ സമയമെടുക്കും. കാരണം എനിക്ക് നിങ്ങളോട് മാറ്റി പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ ക്രെഡിബിലിറ്റി അവിടെ പോയി. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കൂ. പക്ഷെ അത് മറ്റൊരു തന്ത്രങ്ങളാണ്, അത് അവരുടെയൊക്കെ സ്ട്രാറ്റജിയാണ്. പക്ഷെ എനിക്കത് മാറ്റി പറയാൻ പറ്റത്തില്ല. ഒരു കാര്യം പറഞ്ഞു, അതാണ് സംഭവം. ഇതാണ് ഞാൻ വീണ്ടും പറയുന്നത്. 3-4 മാസം കഴിയുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യ റിസഷനിലോട്ട് പോവുകയാണ്. ഈ പോക്ക് പോവുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയാം. അതിൻ്റെ സൂചനകളാണ് സ്റ്റോക്ക് മാർക്കറ്റ്, ഇന്ത്യൻ കറൻസിയുടെ ഡിവാലുവേഷൻ ആണെങ്കിലും കറൻസിയുടെ വാല്യൂ പോയതും ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഇമ്പാക്റ്റ് ചെറുതല്ല, വലുതാണ്. ഇതിനെ നമ്മൾ ഓവർകം ചെയ്തേ മതിയാവത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമി തകർന്നു പോകും.